ഒരു സത്യം പറഞ്ഞു MV ഗോവിന്ദൻ. മിന്നാമിനിങ് ഇടക്കിടക്ക് പ്രകാശിക്കുന്നത് പോലെ ഒരു മിന്നാമിനിങ്ങിന്റെ രാഷ്ട്രീയമാണ് CPM-ന്റെ രാഷ്ട്രീയം. ഇടക്കിടക്ക് സത്യം പറയും. അങ്ങനെ ഒരു സത്യമാണ് ഇപ്പൊ പറഞ്ഞത്. ഗോപാലകൃഷ്ണൻ, സാധാരണ നിലയിൽ ഉപതെരഞ്ഞെടുപ്പുകളും മറ്റു തെരഞ്ഞെടുപ്പുകളും ഒക്കെ നടക്കുമ്പോൾ BJP-യുടെ വോട്ട് ആര് വാങ്ങും അല്ലെങ്കിൽ ആർക്ക് പോകും തുടങ്ങിയതാണ് ചർച്ച എങ്കിൽ ഇതിപ്പോ ചരിത്രത്തിൽ ആരാണ് RSS-ഉമായി അല്ലെങ്കിൽ ജനസംഘവുമായി അല്ലെങ്കിൽ BJP-യുമായി സന്ധി ചെയ്തത് എന്ന ചരിത്രത്തെ ചൊല്ലിയുള്ള ചർച്ച കാര്യമായി പിടിക്കുകയാണ്. അതിലിപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കൂടി കഴിഞ്ഞതോടെ ഹൈ വോൾട്ടേജിൽ എത്തി നിൽക്കുന്നു. ഇപ്പോൾ നിങ്ങളെ സംബന്ധിച്ച് രണ്ടു കൂട്ടരും അങ്ങോട്ടും നിങ്ങളാണ് എന്ന് രണ്ടു കൂട്ടരും അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം ഉന്നയിച്ചിട്ടുണ്ട് RSS സഹകരണത്തിൽ. RSS-കാർക്ക് എന്താണ് പറയാനുള്ളത്? വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. കാരണം RSS-ഉം BJP-യും എല്ലാം ഒരു RSS സെൻട്രിക് BJP സെൻട്രിക് പൊളിറ്റിക്സിലേക്ക് ഇന്ത്യയുടെ എല്ലാ സംസ്ഥാനങ്ങളും മാറുന്നു. മറ്റെല്ലാ സംസ്ഥാനങ്ങളും നേരത്തെ മാറിയിട്ടുണ്ട്. കേരളം ഇപ്പോൾ മാറുന്നു. പക്ഷേ ആ അഭിമുഖത്തിൽ ഞാനൊരു തമാശയായിട്ടാണെങ്കിലും പറയട്ടെ, എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത് അഭിലാഷ് മോഹൻ്റെ ആശ്ചര്യത്തോടു കൂടിയിട്ടുള്ള നിരാശയിൽ നിന്നാണോ എന്നറിയില്ല. ഇനിയും ഫാസിസ്റ്റ് സംഘടന എന്ന RSS-നെ വിളിക്കാൻ പറ്റില്ലല്ലോ എന്ന ഒരു നിരാശയുടെ ആശ്ചര്യം ആ മുഖത്ത് പ്രകടിച്ചിരുന്നു. ഒരു മിനിറ്റ് നേരം സ്തബ്ധനായി പോയി. അത് കഴിഞ്ഞിട്ടാണ് അതെ അല്ലല്ല, ഈ RSS-നെ സ്ഥിരം ഫാസിസ്റ്റ് എന്ന് വിളിക്കുന്നവരാണല്ലോ നിങ്ങളിൽ പലരും. അവർക്കൊരു സെക്കൻഡ് നേരത്തെ നിരാശ ഉണ്ടായോ എന്നൊരു സംശയം എനിക്ക്. അതൊരു തമാശയായിട്ട് പറഞ്ഞതാണ്. പോട്ടെ, ഞാൻ പലപ്പോഴും ഒരു കാര്യം സൂചിപ്പിക്കാതിരിക്കാൻ നിർവാഹമില്ല. ഒരു സെലക്റ്റീവ് അമിനീഷ്യ രാഷ്ട്രീയ പാർട്ടിയായിട്ട് ഈ CPM മാറിയിട്ടുണ്ടോ? മിന്നാമിനിങ്ങിൻ്റെ സ്വഭാവമാണ്. ഇടക്കിടയ്ക്ക് സത്യം പറയും. ഇടക്കിടയ്ക്ക് സത്യം പറയുള്ളൂ. ഇപ്പോൾ സവർക്കറെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഇപ്പോൾ ഈ അനിൽകുമാറൊക്കെ സവർക്കറെ കുറിച്ച് പറഞ്ഞാൽ ബ്രിട്ടീഷുകാരൻ്റെ ഷൂ നക്കി, ബ്രിട്ടീഷുകാരൻ്റെ അടിമപ്പണി ചെയ്തു എന്നൊക്കെയാണ്. 1980-ൽ EMS നമ്പൂതിരിപ്പാട് എഴുതിയ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രം, ആ പുസ്തകത്തിൽ 224-ാമത്തെ പേജിൽ വിപ്ലവകാരിയുടെ രാജകുമാരൻ, ആ രീതിയിൽ അർത്ഥം വരുന്ന രീതിയിലാണ് EMS നമ്പൂതിരിപ്പാട് സവർക്കറെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ അത് പിന്നീട് വന്നപ്പോൾ അത് മാറി പിന്നീട് വന്ന സമയത്ത് ഇതേപോലെ ധാരാളം സംഭവങ്ങളുണ്ട്. അതിലൊരു മറ്റൊരു, ഞാൻ പ്രസന്റ് കോണ്ടസ്റ്റിലേക്ക് വരാം, ഞാൻ ചരിത്രം മുഴുവൻ പോകുന്നില്ല. ഇപ്പോഴത്തെ കോണ്ടസ്റ്റിലേക്ക് വന്ന ജമാഅത്തെ ഇസ്ലാമി ഇപ്പോൾ വലിയ എതിർപ്പാണ് കോൺഗ്രസുമായി. ജമാഅത്തെ ഇസ്ലാമി കൂടി. ജമാഅത്തെ ഇസ്ലാമി രാജ്യവിരുദ്ധ പ്രസ്ഥാനമാണ്, ഭരണഘടനയെ എതിർക്കുന്ന പ്രസ്ഥാനമാണ്. പക്ഷേ ഇതേ ജമാഅത്തെ ഇസ്ലാമിയുമായിട്ടാണ് ഈ പല സ്ഥലങ്ങളിലും, മുക്കം കോഴിക്കോടടക്കമുള്ള പല സ്ഥലങ്ങളിലും ഇവർ പങ്കുചേർന്ന് ഭരിച്ചത്. ഇതേ ജമാഅത്തെ ഇസ്ലാമിയാണ് ഇവർ കൂടാൻ വേണ്ടിയിട്ട് പല സമയങ്ങളിലും ശ്രമിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, ഇന്ന് ഞാനിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഇന്നത്തെ കാര്യം പറയാം. ഈ തെരഞ്ഞെടുപ്പ് നിലമ്പൂരിൽ ഇന്ന് നടക്കുമ്പോൾ അഭിലാഷ് മോഹൻ ഇന്നത്തെ തെരഞ്ഞെടുപ്പ് ദിവസം, നാളെ തെരഞ്ഞെടുപ്പാണ്. ഇന്നിപ്പോൾ നമ്മുടെ തെരഞ്ഞെടുപ്പിൻ്റെ നിശബ്ദ പ്രചരണമാണ് ഈ നിലമ്പൂരിലും അതേപോലെ കൽക്കട്ടയിലെ കാളിഘട്ടിലും. ജനാധിപത്യം സംരക്ഷിക്കാൻ RSS അടിയന്തരാവസ്ഥയിൽ RSS-ഉമായി ചേർന്നു. ശരി, ഇന്ന് ജനാധിപത്യം സംരക്ഷിക്കാൻ ബംഗാളിൽ കോൺഗ്രസ് ആയിട്ടാണ് ചേർന്നിരിക്കുന്നത് CPM. കാളിഘട്ടിൽ ആരുടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് CPM പ്രവർത്തിക്കുന്നത്? ഇത് വളരെ പ്രകടമല്ലേ, വളരെ വ്യക്തമല്ലേ കാര്യങ്ങൾ? മഹാരാഷ്ട്രയിലേക്ക് വന്നാലോ, ഇന്നലെ വരെ തീവ്രമായ വളരെ തീവ്രമായിട്ടുള്ള എന്താ പറയുക, മഹാരാഷ്ട്രീയവാദവും ഹിന്ദുത്വവാദവും ഒക്കെ ഉന്നയിച്ച ശിവസേനയ്ക്കെതിരെ എന്തൊരു ആരോപണമായിരുന്നു. ആ ശിവസേന ഒരു ദിവസം പെട്ടെന്ന് അങ്ങ് മാറി. ആ ശിവസേനയെ കൂടെ കൊണ്ടുവന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും RSS എന്ന് പറയുന്ന ഇന്ത്യയിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സംഘടനയെ ഒളിഞ്ഞും തെളിഞ്ഞും രഹസ്യമായും പരസ്യമായും തലയിലും ഉണ്ടിട്ട് കോൺഗ്രസും തലയിലും ഉണ്ടിടാതെ CPM-ഉം ഒക്കെ സൗകര്യപൂർവ്വം ബന്ധം സ്ഥാപിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ കയ്യിരിക്കുന്ന പുസ്തകം ഉണ്ടല്ലോ, ഇത് വെറുതെ ഇനി എന്തെങ്കിലും പറഞ്ഞിട്ടൊരു ഇത് വേണ്ട. കാരണം പിണറായി വിജയൻ പുസ്തകമായിട്ട് വന്നേ, അതുകൊണ്ട് ഞാനും ഈ ചർച്ചയിൽ ദ ഫോർമേഷൻ ഓഫ് ജനസംഘ് എന്ന് പറയുന്ന ഒരു പുസ്തകവുമായിട്ടാണ് വന്നത്. അഭിലാഷ് മോഹൻ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, കാണണ്ട എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് അറിയില്ല. എന്തായാലും ഈ പുസ്തകത്തിൽ വളരെ കൃത്യമാണ്
ഈ പുസ്തകത്തിൽ 1967 UP-യിൽ, ബീഹാറിൽ, പഞ്ചാബിൽ, മധ്യപ്രദേശിൽ, ഈവൻ ഹരിയാനയിൽ CPI-യും മാത്രമല്ല കോയിലേഷൻ ഗവൺമെന്റും അതേപോലെ തന്നെ ഒരുപക്ഷെ ബീഹാറിലെ ഫസ്റ്റ് ഓപ്പോസിഷൻ ഗവൺമെന്റാണ്. അവിടെയൊക്കെ തന്നെയും ഈ ജനസംഘവുമായി കൂട്ടിച്ചേർന്നതാണ് ഈ CPM. പക്ഷെ അടിസ്ഥാന പ്രശ്നം എന്താ? 100 ദിവസം, ഞാനൊന്ന് പറഞ്ഞ് തീർന്നോട്ടെ കേട്ടോ, 100 ദിവസം ആശാ വർക്കർമാർ സമരം ചെയ്തിട്ടും മിണ്ടാത്ത പിണറായി വിജയൻ ഈ കേരളത്തിലെ പ്രധാനപ്പെട്ട പല കാര്യങ്ങൾ സംസാരിക്കുമ്പോഴും, പല കാര്യങ്ങൾ സമരങ്ങളും നടക്കുമ്പോഴും, പല തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരക്ഷരം പോലും പറയാത്ത പിണറായി വിജയൻ ഇന്നിപ്പം വളരെ പെട്ടെന്ന് വന്ന RSSനെ ഇങ്ങനെ നഖശിഖാന്തം തെറി വിളിച്ചതിൻ്റെ അടിസ്ഥാനം എന്താ? ഈ അടിസ്ഥാനം എന്ന് പറയുന്നത് മലപ്പുറത്തെ മുസ്ലിം വോട്ടാണ്. ഇതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി എന്നുള്ളത് ഇവർ മനസ്സിലാക്കണം. മലപ്പുറത്തെ മുസ്ലിം വോട്ട് നഷ്ടപ്പെടുമോ എന്നുള്ള ഭയാശങ്കയാണ്. അല്ല ശരി എന്ന് പറഞ്ഞ പോലെ ഞാൻ ഇപ്പം തീർക്കാം. RSS എന്ന് പറയുന്ന RSSനെ ഒരു ആയുധമാക്കി ചിത്രീകരിച്ച് മുസ്ലിം വോട്ടുകൾ നേടുക. ജമാഅത്ത് ഇസ്ലാമിയുടെ പേര് പറഞ്ഞ് അവിടെയാണ്. കാരണം ഈ പഹൽഗാമിന് ശേഷം, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ഭാരതത്തിൽ ഒരു ആത്മവിശ്വാസം, പ്രത്യേകിച്ച് ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ഇടയിൽ, എല്ലാവരുടെയും ഇടയിലുണ്ട്. ആ ആത്മവിശ്വാസത്തെ ചോർത്തിയെടുത്ത് ഹിന്ദുവിന്റെ വോട്ട് അടിച്ചു മാറ്റാൻ വേണ്ടിയാണ് ജമാഅത്തെ ഇസ്ലാമിയെ വളരെ പെട്ടെന്ന് അല്ല ഇതിന്റെ കാലം കഴിഞ്ഞു അഭിലാഷേ. ഞാൻ പറഞ്ഞേ ഇതിന്റെയൊക്കെ കാലം കഴിഞ്ഞു. ആ അവസരം വരുമ്പോൾ അവരോടും ഇവരോടും സഖ്യം ചെയ്ത് എങ്ങനെയും അധികാരം നിലനിർത്താനുള്ള അടവ് തന്ത്രത്തിന്റെ ഭാഗമാണ് ഇതെല്ലാം. ഒരു സത്യം പറഞ്ഞു MV ഗോവിന്ദൻ. മിന്നാമിനിങ് ഇടക്കിടക്ക് പ്രകാശിക്കുന്നത് പോലെ ഒരു മിന്നാമിനിങ്ങിന്റെ രാഷ്ട്രീയമാണ് CPM-ന്റെ രാഷ്ട്രീയം. ഇടക്കിടക്ക് സത്യം പറയും. അങ്ങനെ ഒരു സത്യമാണ് ഇപ്പൊ പറഞ്ഞത്. ശരി, ഓക്കെ.